എന്തോ NSS പിടിക്കുമെന്ന്? ആ, ഇവിടെ എത്ര പേര് പിടിക്കാൻ വന്നു? ആ പിടിക്കാൻ വന്നവരുടെ ഒരു പേര് പറയാമോ? ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ആരെങ്കിലും, അല്ലെങ്കിൽ കടന്നുപോയവർ, ഒരാളുടെ പേര് പറ. NSS പിടിക്കുമെന്ന് പറയാൻ. സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപകമായ പ്രചരണങ്ങളാണ് അങ്ങേക്കെതിരെ, മറ്റാരെയും കേൾക്കാതിരിക്കുന്നു. അത് സ്വയബുദ്ധി നഷ്ടപ്പെട്ട അതൊക്കെ ഉണ്ടാവും. ഈ ബോധപൂർവമുള്ള ഒരു ബോധമില്ലാത്ത വർത്തമാനമാണ് ഈ പറയുന്നത്. അത് ബോധമുള്ളവരും വല്ലവരും ഇങ്ങനെ വല്ലതും പറയും. സമുദായത്തെ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചരണമാണെന്ന് കരുതുന്നു. ഇവരാരും വിചാരിച്ചാൽ സമുദായത്തെ ഒരു ചുക്കും ചെയ്യാനൊക്കത്തില്ല. എൻ്റെ കുഞ്ഞെ, NSS ഏത് സമുദായമാണ് NSSനെ പഴിക്കുന്നത്? ഏത് മതവിഭാഗമാണ് NSSനെ പഴിക്കുന്നത്? ഉണ്ടോ? അവർ വളരെ ഭക്തി ബഹുമാനത്തോടു കൂടിയാണ് അവരെല്ലാം NSSനെ കാണുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെ അവരെ കാണുന്നത്. ഇതല്ലാതെ വോട്ട് പിടിക്കാൻ നേരം അങ്ങോട്ട് ചെന്നുവെച്ചാൽ അത് പറഞ്ഞേച്ച് ഇത് പറഞ്ഞേച്ച് പോരുന്ന ആ രീതി എന്ന് പറയാം. ഞങ്ങൾക്ക് വോട്ടും വേണ്ട, ഭരണവും വേണ്ട. ഉപരാഷ്ട്രപതിക്ക് അങ്ങനെ ചോദിക്കണ്ടേന്ന്. കേട്ടോ, ഇത് തന്നെ കളിയാ. നിങ്ങളിപ്പോൾ ഇത്രയും പേര് പുഷ്പാർച്ചന എടുത്തേച്ചേ പോകാവൂ കേട്ടോ എന്ന് എനിക്ക് പറയാൻ ഒക്കുമോ? അങ്ങനെ ഉപയോഗിക്കണ്ടേ? ആനന്ദബോസ് ഇത് തന്നെ കാണിച്ചത്. അവർ കാര്യം സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് അവരവരുടെ വണ്ടിയെ കയറി അങ്ങ് പോയി. നമ്മൾ കൊണ്ടുവന്ന് വണ്ടിയെ കയറ്റിയാണ് വിട്ടത്. ഇനി അത് പോട്ടെ. പിന്നെ രണ്ടാമത് വന്നപ്പോൾ അതിനകത്തും പൊളിറ്റിക്സ് ഉണ്ട്. അല്ലെങ്കിൽ തലേ ദിവസം വൈകിട്ടാണോ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ഒരിടത്ത് കയറി തൊഴുവെന്ന് തീരുമാനിക്കുന്നത്? ഒരു രേഖയില്ല. ഫോണെ വിളിച്ചു പറയാം അവിടെ കയറി തൊഴുവെന്ന്. അത് അതിനകത്ത് അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒറ്റ ബാക്കി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് കാരണക്കാരൻ ഈ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിക്കും വി ഡി സതീശനുമൊക്കെ ഇത്ര എതിർപ്പ് സമുദായത്തോട് തോന്നാനുള്ള കാരണം എന്താണ്? അയക്കൊരു ഗുണവും നമ്മൾ ചെയ്തിട്ടില്ല. പറഞ്ഞിട്ടില്ല. ജനിച്ച പിന്നെ ഇവിടെ കയറുന്ന അന്നാ പറഞ്ഞത്. ഇതിനകത്തെ ആചാര്യൻ്റെ അവിടെ പുഷ്പാർച്ചന ചെയ്യാൻ ഇത്ര കൊതി. ആണോ? പുഷ്പാർച്ചന നടത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് രാഷ്ട്രീയത്തിൽ വന്നത്. അത് മനുഷ്യനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ തോന്നൽ വരുന്നത്. അതിനു മുമ്പില്ലാത്ത തോന്നൽ ഇപ്പം ഉണ്ടാകണമെങ്കിൽ അത് രാഷ്ട്രീയ അടവാ. അല്ലല്ല, ഞങ്ങൾ അതിനെ ഒന്നും എതിർക്കുന്നില്ല. അങ്ങനെ എന്നാ വേണേ രാഷ്ട്രീയം കളിച്ചോട്ടെ, ഞങ്ങളെ അങ്ങ് വെറുതെ വിട്ടാരെ. ആരും ഞാനീ പറഞ്ഞ കാര്യം ആരും അന്വേഷിച്ച് എഴുതിയില്ലല്ലോ ഇതിനു മുമ്പ്. ഈ രണ്ട് സംഗതിയും എന്താ ഈ പറയുന്നതെന്ന് ദിവസം വന്നപ്പോൾ ഒരു ബഹളം. എന്താ സംഗതി എന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ?